ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ. എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു വചനം വിശുദ്ധ ലൂക്കോസിനാൽ എഴുതപ്പെട്ട കർത്താവിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 31 32 വചനങ്ങളാണ്. അവിടെ ഇപ്രകാരം നാം കാണുന്നുണ്ട്. യേശു അവരോട് പറഞ്ഞു, ആരോഗ്യമുള്ളവർക്കല്ല, രോഗിക്കാണ് വൈദ്യനെ ആവശ്യം. ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിപ്പാനല്ല, പാപികളെ പശ്ചാത്താപത്തിലേക്ക് ക്ഷണിക്കുവാനാണ്. സന്ദർഭം ഇങ്ങനെയാണ്. ചുമക്കാരനായ ലേവി ക്രിസ്തുവിനാൽ വിളിക്കപ്പെട്ട് ക്രിസ്തുവിന്റെ ശിഷ്യത്വ സമൂഹത്തിലേക്ക് ചേർക്കപ്പെടുമ്പോൾ അവൻ വലിയൊരു വിരുന്ന് ക്രിസ്തുവിനായും അവന്റെ കൂട്ടുകാർക്കൊക്കെയായിട്ട് ക്രമീകരിക്കുന്നു. അതിലേക്ക് അനേകം ചുമക്കാരും പാപികളുമായ ഒരു വലിയ സമൂഹം കടന്നുവന്ന് യേശുക്രിസ്തുവിനോടൊപ്പം പന്തിയിലിരിക്കുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ടാണ് പരീശന്മാര് നീതിജ്ഞര് ചോദിക്കുന്നുണ്ട്, കർത്താവിന്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഈ പാപികളോടുകൂടെ അല്ലെങ്കിൽ ചുങ്കക്കാരോടുകൂടെ ഭക്ഷണത്തിലിരിക്കുകയും നിങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യാം? അതിനുള്ള മറുപടിയാണ് ക്രിസ്തു പറയുക, ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ ആവശ്യം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, വൈദ്യനായ ക്രിസ്തുവിനെ നിനക്ക് ആവശ്യമുണ്ടോ? പരീശന്മാരെ പോലെ നീതിജ്ഞരെ പോലെ ഞങ്ങൾ നീതിമാന്മാരാണെന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണോ നീ? ഞാൻ ഓക്കെയാണ്, മറ്റുള്ളവരാണ് കുഴപ്പക്കാരെന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, എല്ലാവരും പാപമെന്ന രോഗം പേറിയവരാണ്. നാം ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാവരും പാപമെന്ന രോഗം പേറിക്കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തികളാണ് നമ്മളെല്ലാം. അതുകൊണ്ട് തന്നെ നമ്മൾ രോഗികളാണ് അല്ലെങ്കിൽ നമ്മൾ പാപികളാണെന്ന തിരിച്ചറിവാണ് ഒരു മനുഷ്യനെ വൈദ്യന്റെ അടുക്കിലേക്ക് നയിക്കുക. ഞാൻ പാപിയാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് ലോക വൈദ്യനായ ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് എനിക്ക് നിനക്കും കടന്നു ചെല്ലാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധനായ എഫ്രേം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, നീതിമാന്മാരുടെ വസ്ത്രം ധരിച്ചിരിക്കുന്നവർക്ക് വൈദ്യന് ആവശ്യമില്ലെന്ന് തോന്നും, എന്നാൽ ഉള്ളിലെ മുറിവുകൾ കാണിക്കുന്നിടത്താണ് ദൈവകൃപ ലഭിക്കുക. നീതിമാന്മാരുടെ വസ്ത്രം ധരിച്ചുകൊണ്ടാണോ ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്? എനിക്ക് ക്രിസ്തുവിനെ ആവശ്യമില്ല എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ടോ? പിതാവ് ഓർമ്മിപ്പിക്കുന്ന ഇങ്ങനെയാണ്, ഉള്ളിലെ മുറിവുകൾ കാണിക്കുന്നിടത്താണ് ദൈവത്തിന്റെ കൃപ വർഷിക്കപ്പെടുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തില് നമുക്ക് തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഞാനും പാപിയാണ്. ഞാനും പാപമെന്ന രോഗം പേറിയവനാണ്. എനിക്കും ലോക വൈദ്യനായ ക്രിസ്തുവിനെ ആവശ്യമുണ്ടെന്ന ആ സത്യം തിരിച്ചറിയുവാനും അംഗീകരിക്കുവാനും നമുക്കിടയാകട്ടെ. അതിന് ഈ വചനഭാഗം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുവാനാകട്ടെ.